നമ്മള് പ്രൊഫിക്സ് 5 വരുന്നുണ്ട്. പക്ഷെ 5ാമത്തെ പ്രൊഫിക്സ് വരുമ്പോഴും ഇപ്പോഴും ചർച്ചകളിലുള്ളത് പ്രൊഫിക്സ് 1ന്റെ എന്താ പറയാ സംസാരങ്ങളാണ്. അപ്പോൾ പ്രൊഫിക്സിൽ 1 ഗസ്റ്റ് ആയിട്ട് വരുന്നത് പോപ്പീസിന്റെ ഷാജു തോമസ് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് 400 കോടി, ഒരു പേരിന് 400 കോടിയോ എന്നുള്ള ഒരു വീഡിയോ. ഷാജു തോമസ് പറയുന്നത് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു. ഓക്കെ. ഷെയർ വന്നിട്ടുണ്ടല്ലോ. വിപ്രോയ്ക്ക് സെയിൽ ചെയ്തതിന്റെ മീഡിയേറ്റർ സുരേഷ് കുമാർ ഇന്നിപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് ഫോൺ ചെയ്തു. 3 പാർട്ടി ഓഫീസ് ബൈ ചെയ്യാൻ വേണ്ടി റെഡിയാണ് ഷാജു, ഞാൻ എന്നാ ഇരിക്കുന്നതായിരുന്നു. അതുപോലെ റിലയൻസ് ഒരു ഡെലിഗേറ്റ്സും വേണ്ട, ഒന്നും വേണ്ട, അവർ എന്റെ ബ്രാൻഡ് ബൈ ചെയ്യാൻ റെഡിയാണ്. 400 crores ആണ് എനിക്ക്. എന്റെ ലാൻഡ് വേണ്ട, എന്റെ ബിൽഡിംഗ് വേണ്ട, ഒന്നും വേണ്ട, എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തുള്ള ആ ട്രേഡ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 400 കോടി രൂപയ്ക്ക് അവർ എടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ വേണ്ടത് നിങ്ങൾ ലാൻഡും അസറ്റും ഒന്നും അല്ല ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ വാല്യൂഷൻ വേറെയാണ്. അതുപോലെ വിപ്രോ റെഡിയാണ്. എന്റെ കൺസ്യൂമേഴ്സ് എന്റെ സെഗ്മെന്റ് മാത്രം ബേബി സോപ്പ്, വിപ്രോ എന്നുള്ള പേര് ബേബി സോപ്പ് ഇറക്കിയിട്ട് അവർക്ക് ഫെയിലിയർ ആയി. അപ്പൊ എന്റെ കൺസ്യൂമർ സെഗ്മെന്റ് മാത്രം അവർ വേണമെങ്കിൽ എടുക്കാൻ. ഞാൻ കള്ളം പറയില്ല, ഞാൻ എന്റെ അടുത്ത് ഈ നിങ്ങൾ ചിന്തിക്കുന്ന വെറും ഒരു ഡേ ടു ഡേ പ്രോഫിറ്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ബ്രാൻഡിന്റെ വാല്യൂവേഷൻ അപ്പോൾ ഇപ്പൊ ഈ ഒരു വീഡിയോയിലാണെങ്കിൽ ഓൾമോസ്റ്റ് 2 ലക്ഷത്തോളം ആളുകൾ കണ്ടു, 5000-ഓളം ആളുകൾ ഷെയർ ചെയ്തു. പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സിൽ ചില ആളുകൾ ഈ ബ്രാൻഡിനെ പറ്റി അറിയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല 5 ലക്ഷം രൂപ അല്ല 400 കോടി രൂപയൊക്കെ ഒരു ബ്രാൻഡിന്റെ പേരിന് മാത്രം കിട്ടുക, അങ്ങനത്തെ കമന്റ്സ് വരുന്നുണ്ട്. പക്ഷെ അതിന് റിപ്ലൈ ആയിട്ട് ഓഡിയൻസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ബ്രാൻഡിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അങ്ങനത്തെ കമന്റ്സ്. 2 തരത്തിലുള്ള കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? കഴിഞ്ഞാലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ വീഡിയോസ്, ജനറൽ വീഡിയോകൾ, ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോകൾ, അങ്ങനത്തെ വീഡിയോസിലാണ് ഇത്തരത്തിൽ ആളുകൾ ഒരുപാട് വ്യൂസ് വരാറുള്ളത്. ഇതൊരു ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നൊരു വീഡിയോ ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് പോകുന്നു എന്ന് പറയുന്നത് നല്ല ഒരു ട്രെൻഡാണത്. ഞാനതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കോവിഡിന് മുമ്പുള്ളൊരു കാലഘട്ടം പോലെയല്ല ഇപ്പോൾ ആളുകൾക്ക് കൃത്യമായിട്ട് ബ്രാൻഡ് എന്താണെന്നും ബ്രാൻഡിൻ്റെ വാല്യൂ എന്താണെന്നും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം കോവിഡ് പോലെയുള്ള ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ അസറ്റുകളാണ്. ഈ ഫിസിക്കൽ അസറ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ 95% ആളുകൾ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഫിസിക്കൽ അസറ്റ് എന്നുള്ളതല്ല, ലോകത്തുള്ള സ്വത്തിൻ്റെ 80% വരുന്നത് ഫിസിക്കൽ അസറ്റുകളല്ല, മറിച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികളാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടികൾക്ക് ഉള്ളതിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ള ഒരു വസ്തുത, യാഥാർത്ഥ്യമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ളത്. പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള ധാരണ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇല്ല എന്നുള്ളതാണ്. മലയാളികളൊക്കെ നാടൻ രീതിയിൽ ബിസിനസ് ചെയ്യുക, ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത നമ്മളുടെ അസറ്റാണ്. ഇപ്പോൾ ഷാജു തോമസിനെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ നമ്മുടെ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു മോഡൽ എന്നുള്ള നമുക്ക് പ്രൊഫിക്സിലേക്ക് അദ്ദേഹത്തിനെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ഏകദേശം 23 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ എഫേർട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡായിട്ട് ഇന്ന് ആളുകൾ കാണുന്ന പോപ്പീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അത് അദ്ദേഹത്തിൻ്റെ വാല്യൂസാണ്. കാരണം അദ്ദേഹം, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെ പല രൂപത്തിൽ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്ന ഒരു വേർഡാണ് ക്വാളിറ്റി എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾ ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് പോപ്പീസിൻ്റെ പ്രൊഡക്റ്റുകളൊന്ന് പരിശോധിക്കുക. അപ്പോൾ അദ്ദേഹം അന്ന് മുതലേ അദ്ദേഹത്തിൻ്റെ ആ ലൈഫ് തുടങ്ങുന്ന, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ജീവിതം തുടങ്ങുന്ന അന്ന് മുതലേ അദ്ദേഹം ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത്, ഒരു മൈക്രോനിഷിൽ ഫോക്കസ് ചെയ്ത് ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ്. അതായത് കുഞ്ഞുടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു പേര് പോപ്പീസ് എന്നുള്ളതാണ്. ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ എഫേർട്ടിൻ്റെ റിസൾട്ടാണെന്നുള്ളതാണ്, ഫിസിക്കൽ എഫേർട്ടിൻ്റെ റിസൾട്ടല്ല. ആ ഇൻ്റലക്ച്വൽ എഫേർട്ടിൻ്റെ റിസൾട്ടിനെ സംരക്ഷിക്കാൻ അദ്ദേഹം ആദ്യമേ ചെയ്തു വെച്ച ഒരു കണ്ടെയ്നറാണ്, അതിനെ സൂക്ഷിക്കാനുള്ള ഒരു കണ്ടെയ്നറാണ് പോപ്പീസ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതാണ് അദ്ദേഹം തുടങ്ങിയ സമയം മുതൽ ഇന്ന് അവസാനം വരെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. അദ്ദേഹം പറയുന്നത് എൻ്റെ മറ്റുള്ള ബിസിനസ് അസറ്റുകളൊന്നും തന്നെ അല്ല, മറിച്ച് പോപ്പീസ് എന്ന് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാൻഡ് നെയിമിന് ആണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. ആ ബ്രാൻഡ് നെയിമിനാണ് ആളുകൾ വാല്യൂ തരാൻ ഉദ്ദേശിക്കുന്നത്. ആ ബ്രാൻഡ് നെയിം മതി ആളുകൾക്ക്.
അപ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു വീടിന് തറയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ടേമാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള പല ബിസിനസ്സുകാരും. കൃത്യമായിട്ട് ആളുകൾക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണമെന്നും ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കണമെന്നും കൃത്യമായിട്ട് ചിലപ്പം ഒരുപക്ഷെ ഈ പറയുന്ന അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് അവരുടെ ബിസിനസ്സിലെ വിഷൻ അല്ലെങ്കിൽ കോർ വാല്യൂ കോർ പർപ്പസിലൊന്നും രേഖപ്പെടുത്തപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെയൊക്കെ ബിസിനസ്സിൽ അവർ കൃത്യമായ വാല്യൂസും എത്തിക്സും കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ വാല്യൂസും എത്തിക്സും ട്രഡീഷനും ഇതെല്ലാം അയാളുടെ നോളജും എക്സ്പീരിയൻസ് തുടങ്ങി എല്ലാ കാണാനും തൊടാനും പറ്റാത്ത എല്ലാ സംഭവങ്ങളെയും നമ്മൾ ജനറലായിട്ട് പറയുന്ന വേർഡാണ്, ജനറലായിട്ട് പറയുന്ന ടേമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ളത്. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഒരു ബ്രാൻഡിൻ്റെ സക്സസ് വരുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിൻ്റേതായ രീതികൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരിക്കലും ആ ഒരു ബ്രാൻഡ് നെയിം പിന്നീടൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ ഇടവരാത്ത രീതിയിൽ, ഒരു വിവാദത്തിലേക്ക് പോകാനോ ഒരു കേസിലേക്ക് പോകാനോ മറ്റുള്ളവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന രീതിയിലേക്ക് പോകാനോ പാടില്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒരു ബ്രാൻഡ് നെയിം എന്നുള്ളത്. അങ്ങനെ ഫിക്സ് ചെയ്ത ആ ബ്രാൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് വിൽക്കാൻ സാധിക്കും. അത് പിന്നീട് ആ ബ്രാൻഡ് നെയിം മാത്രം ഈ കോടികൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ കാത്തിരിക്കുമെന്നുള്ളത്